ഹലോ എവരിവൺ. സോ നമ്മുടെ BSOയുടെ ഫിനാലെ ഇവിടെ നടക്കുമ്പോഴത്തേക്കിനും ഫസ്റ്റ് റാങ്ക്, അതും 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ അക്ഷജ് ആണ് നമ്മുടെ കൂടെയുള്ളത്. അക്ഷജ് അഭിലാഷ് 2025 ബ്രില്യന്റ് സയൻസ് ഒളിമ്പ്യാഡ് ക്ലാസ് 10 വിഭാഗത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അക്ഷജ് അഭിലാഷ് ബാംഗ്ലൂർ ഡിവൈൻ പ്രൊവിഡൻസ് സ്കൂൾ വിദ്യാർത്ഥിയാണ്. അച്ഛൻ അഭിലാഷ് CB IT ചീഫ് മാനേജറാണ്. അമ്മ അനുജ K വിനയൻ പ്രൊജക്ട് മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു. NSO IMO ഉൾപ്പെടെ നിരവധി പരീക്ഷകളിൽ മുൻപും ഈ വിദ്യാർത്ഥി മികവ് കാട്ടിയിട്ടുണ്ട്. ഈ മിടുക്കനെ 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡും മെഡലും മെമന്റോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. So Akshaj, hello. Hello ma'am. First of all, congratulations for your achievements. Thank you. So എങ്ങനെയാണ് അക്ഷജ് ഇങ്ങനെ ഒരു ഇത്രയും പ്രൗഡായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല മാം, ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് 2 years ഞാൻ ഓൾറെഡി പ്രാക്ടീസും ആയിട്ടുണ്ടായിരുന്നു. പ്ലസ് ഫൗണ്ടേഷനും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റും ഞാൻ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഓപ്പൺ ആയപ്പോൾ പിന്നെയും ഞാൻ ചെയ്തു. അത് കാരണം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കാരണമാണ് ഫസ്റ്റ് റാങ്ക്. BSOയുടെ എക്സാം നേരത്തെ എഴുതിയിട്ടുണ്ടോ? യെസ് മാം, എഴുതിയിട്ടുണ്ടായിരുന്നു. 8th ഉം 9th ഉം എഴുതിയിട്ടുണ്ട്. അപ്പം റാങ്ക് എങ്ങനെയായിരുന്നു 8th ലും 9th ലൊക്കെ? 8th എനിക്ക് 10th റാങ്ക് കിട്ടി. 9th എനിക്ക് 5th റാങ്ക് കിട്ടി. ഈ ഇയർ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഞാൻ ഇത് അറിഞ്ഞത് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ തന്നെയാണ്. ഓക്കെ, സോ BSOയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമൊന്നുമല്ല. സോ ഇതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെയാണ് മെയിൻലി ചെയ്തത്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ, ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ അതൊക്കെ ഞാൻ ജസ്റ്റ് വായിച്ചു. പിന്നെ അത് സ്റ്റഡി ചെയ്തിട്ടാണ്. സോ ഫൗണ്ടേഷനും സ്കൂളിലെ സ്റ്റഡീസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരുന്നു? ഓക്കെ ആയിരുന്നോ? അതെ മാം, ടൈം ടേബിൾ വെച്ച് ഞാൻ എല്ലാം മാനേജ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു കൃത്യമായ ടൈം ടേബിൾ ആയിട്ട് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയായിരുന്നു അക്ഷജ് പഠിച്ചുകൊണ്ടിരുന്നത്. പേരൻസിന് എന്താണ് പറയാനുള്ളത്? ഇത്രയും ഒരു നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണല്ലോ അല്ലേ? ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം ഒന്നും എത്തിയിട്ടില്ലായിരുന്നു ഇവിടെ. ഓക്കെ, സോ ആദ്യമായിട്ടാണ് ബ്രില്യന്റിൽ വരുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്ന ഫീലിങ്സ്? വളരെ സന്തോഷം, വളരെ പ്രൗഡായി തോന്നുന്നു. മോൻ്റെ ഈ അച്ചീവ്മെന്റിൽ നമുക്ക് അതിന് ഇവിടെ വരാൻ പറ്റിയതിനും ഒരുപാട് നന്നായിട്ടാണ് ഇവർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എങ്ങനെയാണ്, സ്റ്റുഡിയസ് ആണോ, അംബീഷ്യസ് ആണോ? ആളുടെ ഒരു ക്യാരക്ടർ ഒക്കെ പറയാന്നുണ്ടെങ്കിൽ ആണ്. അവൻ അംബീഷ്യസ് ആണ്. പിന്നെ പഠിക്കും നന്നായിട്ട്. പറഞ്ഞാൽ റെഗുലറായിട്ട് പഠിക്കും. സ്കൂളിലേക്കായാലും ഇപ്പം ബ്രില്യൻ്റിൽ 8th തൊട്ട് ഫൗണ്ടേഷനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് അവൻ അതിങ്ങനെ റെഗുലറായി പഠിച്ചു വരുന്നുണ്ട്. സോ എന്താണ് അംബീഷൻ? ഇപ്പൊ എന്റെ മെയിൻ ആംബിഷൻ പഠിച്ചിട്ട് IIT കയറിയിട്ട് IT സെക്ടറിൽ നല്ല ജോലി കിട്ടുന്നത്, സാലറി. ഓക്കെ, എന്താണേലും അങ്ങനെ ഒരു വിചാരിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ എത്താൻ പറ്റട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.